ശബരിമല ശ്രീകോവിലിനു മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ ഒക്ടോബർ 17-ന് പുനഃസ്ഥാപിക്കും. ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചതോടെയാണ് പാളികൾ പുനഃസ്ഥാപിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. തിരുവാഭരണം കമ്മീഷന്റെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങളെല്ലാം വീഡിയോയിൽ ചിത്രീകരിച്ചാണ് സ്വർണം പൂശിയ പാളികൾ ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് കേടുപാടുകൾ പരിഹരിക്കാനായി കൊണ്ടുപോയത്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം സന്നിധാനത്ത് എത്തിച്ച സ്വർണ്ണപ്പാളികൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാലാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. മനീഷ്, ഹൈക്കോടതിയുടെ അനുമതി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നടപടികളിലേക്ക് ദേവസ്വം ബോർഡ് കടക്കാൻ പോകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ മനീഷ്? ഹലോ മനീഷ്, കേൾക്കാമോ? അതായത് നിലവിൽ താന്ത്രിക അനുമതി ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ച ശേഷം വൃശ്ചിക മാസ പൂജകൾ തുടങ്ങിയ ശേഷമായിരിക്കും അന്ന് തന്നെ ഈ സ്വർണം പൂശിയ പാളികളൊക്കെ തന്നെ സ്ഥാപിക്കുന്ന നടപടികൾ ആരംഭിക്കുക. അതേസമയം നിലവിൽ ശബരിമലയിലെ വിവാദ വിഷയമായിട്ടുള്ള ഈ സ്വർണം പൂശിയ പാളികൾ ഒപ്പം തന്നെ അതിന്റെ പീഠം കാണാതായ സംഭവം തന്നെ വലിയ വിവാദമായിട്ടുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം, അതായത് എന്തൊക്കെയുണ്ട് ശബരിമലയെ സംബന്ധിച്ച് അവിടെയുള്ള ആഭരണങ്ങൾ, സ്വർണം, വെള്ളി തുടങ്ങിയുള്ള ആഭരണങ്ങളൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ നിലവിൽ തിരുവാഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തതയില്ല. എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള കണക്കില്ല. 2016 അവസാനമായി ഇത് സംബന്ധിച്ചുള്ള ഒരു കണക്കെടുപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനൌദ്യോഗികമായ ഒരു കണക്കെടുപ്പ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് നിലവിൽ കോടതിയുടെ നിരീക്ഷണം. ഇതിന്റെ പശ്ചാത്തലത്തിൽ മുൻ റിട്ടയർഡ് ജഡ്ജിയെ കൊണ്ട് തന്നെ ഒരു അദ്ദേഹത്തിന്റെ ചുമതലയിൽ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു പരിശോധന നടത്താൻ, ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നത് അത് പൊതുമധ്യത്തിൽ, അത് ജനമധ്യത്തിൽ അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അത് അക്കാര്യത്തിലൊരു കൃത്യമായ സുതാര്യത വേണം. അക്കാര്യങ്ങളൊക്കെ തന്നെ ഒരു കൃത്യമായ രജിസ്ട്രേഷൻ മുഖേന അത് രജിസ്റ്റർ ചെയ്ത് വെക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിട്ടയർഡ് ജഡ്ജിയെ കൂടി നിയോഗിച്ചുകൊണ്ടുള്ള അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഇപ്പോഴുണ്ടാകുന്ന ഈ പീഠം സംബന്ധിച്ച്, പീഠം കാണാതായ സംഭവം, അത് പിന്നീട് സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന്, വെഞ്ഞാറമൂട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നത് സംബന്ധിച്ച വിഷയം, ഇതൊക്കെ തന്നെ ഏത് അന്വേഷണവും സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. വിജിലൻസ് അന്വേഷിക്കട്ടെ. ഇത് സംബന്ധിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത ശേഷം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും കൂടി അന്വേഷണമുണ്ട്. നിലവിൽ ദേവസ്വം ബോർഡിന്റെ പല സംശയങ്ങളും ഉണ്ട്. കാരണം നിലവിൽ നേരത്തെ കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പല ഭാഷകൾ, 5ഓളം ഭാഷകൾ അറിയാം. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും നൽകിയ ഒരു സ്പോൺസറായി നൽകിയ, വഴിപാടായി നൽകിയ ഒരു പീഠം ഇയാൾ നൽകുകയായിരുന്നു. പിന്നീട് അത് എന്തിനു വേണ്ടി, അറ്റകുറ്റപ്പണിക്ക് വേണ്ടി നൽകുമ്പോഴൊക്കെ തന്നെ അത് ദേവസ്വം ബോർഡിലെ ഭാരവാഹികൾ അല്ലെങ്കിൽ അത് അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണം നടത്തുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നുണ്ട്. കോടതിയിൽ അതിൽ സർക്കാർ ഏത് വിധത്തിലുള്ള റിപ്പോർട്ടായിരിക്കും കൊടുക്കുക എന്നത് കൂടി നോക്കിക്കാണേണ്ടതാണ്. ഉന്മേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.